NDA പ്രവേശനത്തെ ചൊല്ലി 2020-ൽ പൊട്ടിത്തെറി. എറണാകുളത്ത് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേരും. ആശയപരമായി തീരുമാനമെടുക്കുമ്പോൾ 1-2% പോയെന്ന് വരും എന്നും അത് പാർട്ടിയെ ബാധിക്കില്ല എന്നുമാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ പ്രതികരണം. NDAയുടെ ഭാഗമാകാനുള്ള 2020 തീരുമാനത്തിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തി പുകഞ്ഞു പുറത്തേക്ക് വരികയാണ്. ഒരു കൂടിയാലോചനയുമില്ലാതെ സാബു എം ജേക്കബ് എടുത്ത തീരുമാനമെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. BJPയുമായി യോജിക്കാൻ കഴിയില്ലെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് 2020 വിടും. എന്നാൽ ഇതിനോട് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ പ്രതികരണം ഇങ്ങനെ: ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കും, 1%, 2% ഒക്കെ പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ 2020 ബാധിക്കില്ല. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതിനിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കുള്ള 2020 പിന്തുണ ആയുധമാക്കി CPIM രംഗത്തെത്തി. കോൺഗ്രസാണ് ആ കാര്യത്തിൽ നയം വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ വടവുകോട് പുത്തൻകുരിശ് NDA മുന്നണിയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ, അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുമോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. ഇന്നലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്നാൽ ഭരണം തുടരുമെന്നും 2020യുടെ പിന്തുണ സ്വീകരിക്കാമെന്നത് പാർട്ടി തീരുമാനമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റെജി തോമസ് 24നോട്. ഇവരുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാവുന്നത് CPMഉം BJPയും SDPI ഒഴിച്ചുള്ള ഏത് കക്ഷികളെ ഇങ്ങോട്ടും CPIയുടെ വരെയും പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. അന്നെടുത്ത നിലപാടിനോട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതേസമയം 2020 വിട്ടുവരുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസും CPIയുമും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ തീപ്പാറുമെന്നുറപ്പ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.